ജനുവരി മാസം 11-ാം തീയതി മുതൽക്ക് 17-ാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്തരത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര. ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് 14-ാം തീയതി വരെ അത്ര അനുകൂലമല്ല. അതിനുശേഷം ലാഭസ്ഥാനത്താണ് ഗ്രഹയോഗങ്ങൾ വരുന്നത്. അപ്പോൾ അംഗീകാരങ്ങളും അതുപോലെ സ്ഥാനക്കയറ്റം മുതലായിട്ടുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടും അവർക്ക് വരുമാനം വർദ്ധിക്കും. നിക്ഷേപത്തിനും പണം മിച്ചമുള്ളത് നിക്ഷേപിക്കുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ ലാഭം ഉണ്ടാകും. അത് നിക്ഷേപത്തിന് എന്തായാലും അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യകരമായിട്ട് അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യമാണ്. മറ്റ് രോഗങ്ങളൊന്നും വരാനുള്ള സാഹചര്യമൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന ചില വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി അത് ദഹനശക്തിയൊക്കെ മെച്ചപ്പെടുന്ന കാലമാണ്. കുടുംബപരമായിട്ട് അകന്നിരുന്ന സഹോദരന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ശക്തമായിട്ട് തുടരാൻ സാധ്യതയുണ്ട്. ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദുർഗാദേവിയുടെ മന്ത്രം ജപിക്കുക, ദുർഗാ സപ്തശതി ജപിക്കുക, ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ സാധ്വിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ദാനം ചെയ്യുന്നതും നല്ലതാണ്. അമിതമായിട്ടുള്ള ചിന്ത അഥവാ സംഘർഷങ്ങൾ ഒഴിവാക്കാനും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ആഴ്ചയുടെ മധ്യത്തിൽ 14-ാം തീയതി, ജനുവരി 14-ാം തീയതി മകര സംക്രമമാണ്. ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ്. ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ്. അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം ആകുന്ന 6 മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം 14-ാം തീയതി. ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരും ഈ 33 കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും. നമുക്കറിയാം, സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായന കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത്. ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞയെടുക്കാം. അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.